ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. യെസ്, ഇന്ന് സൺഡേ ആണ്. തിരുവാതിരയൊക്കെ ആയിട്ട് ഞാൻ കൂവപ്പൊടി വെച്ചൊരു ഹൽവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തിരുവാതിരയ്ക്ക് എല്ലാവരും കൂവക്കുറുക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഹൽവ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വീഡിയോ കണ്ടാലോ? യെസ്, ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കൂവപ്പൊടിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ കൂവ നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു 2-3 പ്രാവശ്യം അതിൻ്റെ വെള്ളം കഴുകിയതിന് ശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് അങ്ങനെ 2-3 പ്രാവശ്യം കഴുകി എടുക്കണം. യെസ്, നമ്മൾ നല്ലപോലെ ഒന്ന് കലക്കി വെള്ളത്തിലിങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേനും ഇതിൻ്റെ പൊടിയൊക്കെ താഴേക്ക് പോയിട്ട് വെള്ളം മാത്രമായിട്ട് വരും. അപ്പോൾ നമുക്കത് ഊറ്റിക്കളയാം. ഞാനൊരു 10 മിനിറ്റ് ഇത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്ക് ഓൾമോസ്റ്റ് കാണാൻ പറ്റുക വെള്ളം മുകളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിക്കളയാം. 2-3 പ്രാവശ്യം ചെയ്യണം, എന്നാൽ അതിൻ്റെ അഴുക്കൊക്കെ പോയി നല്ലതായിട്ട് കിട്ടുള്ളൂ. യെസ്, ഞാൻ അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ലപോലെ കലക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 2-3 പ്രാവശ്യമെങ്കിലും ചെയ്യണം, എന്നാൽ ഇതിൻ്റെ അഴുക്കും പൊടിയൊക്കെ കാണും. ഇതിൽ നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നില്ല, അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതെല്ലാം പോയി നല്ല ക്ലീൻ ആവണമെങ്കിൽ 2-3 പ്രാവശ്യം നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യണം. നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. യെസ്, അതായത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകി അരിച്ചെടുത്താണ്. ഇപ്പോൾ ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മളെടുത്ത അത്രയും വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് കുറുകാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആ വെള്ളത്തോടു കൂടി നമ്മുടെ കൂവപ്പൊടി ഇവിടെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഓൾമോസ്റ്റ് ഒരു കപ്പ് നിറച്ചില്ല, ഒരു 3/4 കപ്പും കുറച്ചുകൂടെ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് പതിയെ ഫ്ലെയിം ഓൺ ചെയ്യാം. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. കൂവപ്പൊടി അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കുറുകി വരും. നമുക്ക് ഫ്ലെയിം അതുപോലെ തന്നെ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചൂടായതിന് ശേഷം പിന്നെ ഇളക്കൽ നിർത്തരുത്, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ഞാൻ കുറച്ച് ഒരു അര ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കുക. അതിപ്പോൾ തിക്കായി വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ക്യാഷ്യൂ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് നല്ലപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. എന്നിട്ട് നമുക്ക് ട്രേയിലേക്ക് മാറ്റാം. യെസ്, അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി ട്രേ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നെയ്യൊക്കെ പുരട്ടി. ഇനി അതിലേക്ക് നമ്മുടെ ഹൽവയുടെ ഒഴിച്ചു കൊടുക്കുകയാണ്. യെസ്, ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. യെസ്, അതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ്യൂം കൂടെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാഷ്യൂ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ഹൽവയുടെ ഡെക്കറേഷനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യെസ്, നമ്മുടെ ഹൽവ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. യെസ്, നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ ഒരാൾ കഴിക്കാൻ തുടങ്ങി. തീരെ ക്ഷമയില്ലായിരുന്നു, ഭയങ്കര ധൃതിയായിരുന്നു കണ്ടപ്പോൾ. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? യെസ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. Bye.